Hello guys, welcome back to Flying Frigate. It's me Kiran. It's me Reshma. So നമ്മ ഇപ്പോൾ ഉള്ളത് മൂന്നാറാണ്. മൂന്നാർ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പറക്കാട്ട് അതെ പറക്കാട്ട് നേച്ചർ റിസോർട്ടിലാണ് നമ്മൾക്ക് ഇവിടെ സ്റ്റേ വന്നേക്കുന്നത്. നമ്മളിവിടെ ഒരു 3 nights ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ വരുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഇവിടെ നമുക്ക് വരുമ്പോൾ തന്നെ ഒരു പറക്കാട്ട് റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അവിടെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാർ ഏകദേശം കാണാൻ പറ്റും. ആക്ച്വലി മൂന്നാർ ഇവിടെ നിന്ന് 1 മണിക്കൂർ ദൂരം കൂടെ ഉണ്ട് മുകളിലോട്ട്. നമ്മളിപ്പോൾ ഉള്ളത് പള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. പള്ളിവാസലിലാണ് അപ്പം പറക്കാട്ട് റിസോർട്ട് വരുന്നത്. ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് ഒരു 2 ആനകൾ ഉണ്ടാവും. ഒറിജിനൽ അല്ല, പക്ഷെ അടിപൊളിയായിട്ട് ഒറിജിനാലിറ്റി ആയിട്ടുള്ള ഒരു 2 ആനകൾ ഇവിടെയുണ്ട്. നമുക്ക് കയറുമ്പോൾ ഉള്ള ഒരു ഇതാണ് വരുന്നത്. നമുക്ക് ഉള്ളിലേക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഉള്ളിലേക്ക് വരുന്നത്. കേറുമ്പോ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അതെ, കേറുമ്പോ തന്നെ നല്ലൊരു ആംബിയൻസ് വരുന്നുണ്ട്. സോ ആൾക്കാർ വരുമ്പോൾ തന്നെ വാം വെൽക്കമിങ് ആയിട്ട് നമ്മൾ ചന്ദനമൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. സോ നമ്മൾ വരുമ്പോൾ തന്നെ കുറച്ച് സ്റ്റാച്യൂസ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് അലങ്കരിച്ച് വെച്ചേക്കുന്നത്. നമുക്കിത് റിസപ്ഷനാണ്. റിസപ്ഷനിൽ തന്നെ കുറെ നല്ല ഡിസൈനിലേക്ക് തന്നെയാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഈ സൈഡിൽ ഒരു പറക്കാട്ട് ജ്വല്ലേഴ്സിന്റെ ഒരു ചെറിയ ഷോപ്പ് വരുന്നുണ്ട്. ഷോപ്പിന്റെ ഉള്ളിൽ നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് കേട്ടോ. സോ നമ്മൾ കയറുമ്പോൾ തന്നെ ജ്വൽസ് ആണ് നമ്മൾ കാണുന്നത്. പല വെറൈറ്റി ഓഫ് 1 gram ഗോൾഡ്സ് ആണ്. എന്ന് പറയുമ്പോൾ 1 ഗ്രാമിൽ പൊതിഞ്ഞ സ്വർണ്ണങ്ങളാണ്. സോ പല രീതിയിലുള്ള ഡിസൈൻസ് വരുന്നുണ്ട് ഇവർക്ക്. മാലകൾ, കമ്മല്, പല ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ്. സോ ഇത് കാണുന്നത് റിസപ്ഷൻ ആണ്. ഇവിടെ ഒരു ഗുഹ വരുന്നുണ്ട്. നമുക്ക് ഗുഹയിലേക്ക് കയറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ റിസപ്ഷന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു അടിപൊളി വ്യൂ ആയിട്ടുള്ള ഒരു സ്ഥലം കാണാൻ പറ്റും. ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് വന്നേക്കുന്നത്. സോ ഇവിടെ നിന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി വ്യൂ ആണ്. പുറത്തോട്ട് മൂന്നാറിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്നുണ്ട് കാണാൻ സാധിക്കും. സോ ഒരാൾ അവിടെ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. സോ നമ്മുടെ റൂം വന്നിട്ട് -1 നമ്മളിപ്പോ 3rd ഫ്ലോറിലായിരുന്നു. 3rd ഫ്ലോർ ആണ് ഇതിന്റെ റിസപ്ഷൻ വരുന്നത്. സോ റൂംസ് എല്ലാം താഴോട്ടാണ്. ഇവിടെ ലെവൽ 2, ലെവൽ 1, 0, 1 അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, അപ്പൊ നമ്മള് ലെവൽ 1ലാണ്. ലെവൽ -1. സോ ഇവിടുന്ന് വന്നിട്ട് നമ്മൾ ആ സൈഡിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഏകദേശം നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള കോമൺ ആയിട്ട് സിറ്റ് ഔട്ട് ഏരിയ വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ 2 റൂമാണ് എടുത്തേക്കണത്. ഒരു റൂം വരുന്നത് 4002 എന്നുള്ള റൂമാണ് വന്നേക്കണത്. സോ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോണത് 4001 എന്നുള്ള ഇതാണ്. വരുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്പേസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് റിലാക്സ് കിടക്കാൻ പറ്റിയൊരു ഇതും ഇരിക്കാനും പറ്റും. പിന്നെ നമ്മൾക്ക് ഇവിടെ വരുന്നത് 2 ചെയർ, ടേബിള്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് പുറത്തോട്ട് നോക്കാനായിട്ട്.
സോ ഇതിലെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇവിടെ ബാൽക്കണി കാണാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 401 റൂമിലേക്ക് കയറുന്നത്. റൂം നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ബെഡ്റൂം വിത്ത് സിറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു സ്പേസ് ആണ് വന്നേക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു റൂം വരുന്നത്. ഒരു അടിപൊളി റൂമായിരുന്നു നമുക്ക് കിട്ടിയത്. സോ ഇവിടെ വന്നിട്ട് ഒരു ബെഡ് വന്നു. ബെഡിൻ്റെ അകത്ത് ഒരു ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഫുള്ള് കാഴ്ച കണ്ട് കിടക്കാം. അതാണ് നമ്മളുടെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. സോ ഇവിടെ വരുന്നത് ഒരു TV ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. നമുക്ക് കിടന്നുകൊണ്ട് TV കാണാം. നമ്മുടെ വീട്ടിലൊന്നും തന്നെയാണ് കിടന്നുകൊണ്ട് TV കാണുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ബാത്റൂം വന്നിട്ടുണ്ട്. നല്ലൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ഇതായിരുന്നു വന്നേക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ് വരുന്നത്. സോ വന്നപ്പോൾ തന്നെ ഒരു ചന്ദ്രൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, കണ്ടല്ലോ. സോ ഇത് നമ്മുടെ സെക്കൻഡ് റൂം. സോ ഞാൻ കാർഡിടാം. സോ ഇവിടെ വന്നേക്കുന്നത് സെയിം പോലെ തന്നെ ഒരു ബെഡ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. പ്ലസ് TV ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയും ബാത്റൂം നല്ല വിശാല ബാത്റൂം. നമുക്ക് അവിടുത്തെ സ്പേസ് തന്നെയുള്ള ബാത്റൂം തന്നെ നമുക്ക് ഇവിടെയും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോപ്പ്, ചീപ്പ്, കണ്ണാടി എല്ലാം ഉണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. സോ ഇവിടെയും ഇവിടെ നമുക്ക് കസേര ഇരുന്നുണ്ട് ഇരിക്കാം. ഇഷ്ടപ്പെട്ട മോളുടെ റീൽസ് അതെടുക്കുന്നവർക്ക് സൂപ്പർ. ഇവിടെ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യാം, അതെ, ഷൂട്ടും ചെയ്യാം. സോ നമ്മളിപ്പോ ഈവനിങ് ടൈം ആണ്. ഈവനിങ് ടൈമിൽ നമ്മളൊരു കോഫിയും 2 ചായയും പിന്നെ നട്ട്ജറ്റ്സും ചിക്കൻ പക്കോട ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമുക്ക് പറഞ്ഞ ഒരു 15 മിനിറ്റ്സ് ടു 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ സാധനവും സെർവ് ചെയ്തായിരുന്നു. സോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സോ ഇവിടെയാണ്, ഇതൊരു ടോപ്പ് വ്യൂ ആണ് ആക്ച്വലി. ഇവിടെയാണ് ക്യാമ്പ് ഫയർ നടത്തുന്നത്. ഇവിടെ സ്വിമ്മിംഗ് പൂള്. ഇപ്പൊ ഞങ്ങളുടെ റൂമിന്റെ സൈഡിലുള്ള ഒരു വ്യൂ, ഇന്ന് റൂമല്ല, ആ ഫ്ലോറിനുള്ള സൈഡിലുള്ള വ്യൂ ആണ് ഇത് കാണുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് കാണുന്നത് കേട്ടോ. നൈറ്റ് ആകുമ്പോൾ ഇങ്ങനെയാണ്. അതിലപ്പുറക്കിടന്ന് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഡാൻസ് കളിക്കാനായിട്ടൊക്കെ ആൾക്കാർ വരും. ഒരു 9 മണി വരെ ഈ ഡാൻസും ഇത് അവൈലബിൾ ആണ്. എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. സോ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ റൂമിന്റെ ടോപ്പ് ഫ്ലോറിലാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ 0 ഫ്ലോറിലാണ് വരുന്നത് ആക്ച്വലി. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പൊ ഉറക്കെ പറയാൻ പാടില്ലേ? ക്രീം ഓഫ് ചിക്കൻ സൂപ്പായത് അടിപൊളി. ചൂടായി പോയല്ലേ? ആക്ച്വലി പറയാതിരിക്കണേ, എല്ലാം ബെസ്റ്റ് ഫുഡാണ്. എല്ലാം കഴിച്ചതിലൊക്കെ നല്ല ടേസ്റ്റിയാണ്. സോ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഫസ്റ്റ് ഡേ ആണ്. ഐ മീൻ ഇന്നലെയാണ് ചെക്ക് ഇൻ ചെയ്തത്. നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ ബുഫേ ആണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. സോ നമ്മളത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സോ ഇവിടെ വന്നിട്ട് ഇതേ പറക്കാട്ടനൊക്കെ ഉണ്ട്. ഇവിടെ നല്ല സീനറി ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരുമ്പോ സ്വിമ്മിംഗ് പൂളുണ്ട്. ഓ, ആനയെ വെള്ളം പൊഴിക്കുന്നുണ്ട്. നോക്കും എനിക്ക് തോന്നിയായിരിക്കും തണുപ്പായിരിക്കും. ചാൻസ് ഇല്ല. രാവിലെ എണ്ണിച്ചപ്പോഴാണ് അടിപൊളിയായത്. പിന്നെ നമുക്ക് ഇവിടെ കിഡ്സിന്റെ പ്ലേ ഏരിയാസ്,
പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കളിക്കാം. പിന്നെ ചാടാനുള്ള ഒരു സ്പേസൊക്കെ വരുന്നുണ്ട്. വേണ്ട, ചിലപ്പോ വെട്ടിപ്പൊളിച്ചെടുക്കേണ്ടി വരും എന്നെ. ഞാൻ പോകുന്നതാണ്. സോ അടുത്ത നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ബുഫേ ആണ്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ചിക്കൻ കറി വരുന്നുണ്ട്. ഇപ്പോൾ കല്ലപ്പം ആയിരുന്നു, നല്ലൊരു കല്ലപ്പം ആയിരുന്നു കേട്ടോ ആക്ച്വലി. പിന്നെ ഉള്ളത് ബനാന ഫിറ്റേഴ്സ് കിട്ടുമോ. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്. ഇന്ന വട വലുതായിട്ടോ, കഴിഞ്ഞ വർഷം വട ചെറുതായിരുന്നു. ഓ, ഇന്ന് പഴങ്കഞ്ഞി ഉണ്ടല്ലേ, അതെനിക്ക് കഴിഞ്ഞ ആഴ്ച ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല പഴങ്കഞ്ഞിയായിരുന്നു. സോ നമ്മുടെ ടേസ്റ്റിംഗ് സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നാടൻ പിടിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടോ? ഓരോ സ്ഥലത്ത് ഓരോ വ്യത്യസ്ത ടേസ്റ്റാണ്. സോ എനിക്ക് ഇവിടുത്തെ കൺസെപ്റ്റിലുള്ള ടേസ്റ്റ് എനിക്കറിയില്ല. പക്ഷേ ടേസ്റ്റ് ആണ്. സോ ചിക്കൻ കറി നല്ല സിമ്പിൾ ഹംബിൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. പൊട്ടാറ്റോ എടുത്ത് ഞാൻ സ്പൈസി ആയിരുന്നു, സ്പൈസി ചെയ്യില്ല അല്ലല്ലേ, എന്നെ പറ്റി. ഫ്രൈഡ് ആയതിന്റെ ഒരു ഇതാണല്ലേ കളച്ച്. മേ ബി ചെറുതായിട്ട് എന്തെങ്കിലും ചില്ലി പോലെ എന്തോ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുഴപ്പമില്ല. ഞാൻ സ്പൂണൊന്നും എടുക്കാൻ നോക്കില്ല, ഞാൻ സിമ്പിൾ ആണ്, ഞാൻ കഴിച്ചു കഴിക്കുള്ളൂ. ഇത് ജസ്റ്റ് ബോയിൽഡ് ചെയ്ത് വെച്ച് അതിന് കുഴപ്പമില്ല എടുത്ത് കഴിച്ചു. അത് നോർമൽ, ജസ്റ്റ് കുറച്ച് സോൾട്ടും ബട്ടറൊക്കെ ഇട്ട് സോട്ട് ചെയ്തെടുത്തിരിക്കുന്നു. വളരെ ടേസ്റ്റ് നോക്കിയാലോ. അതിന് പറ്റും. ക്രിസ്പി ഔട്ട്സൈഡ്, സോഫ്റ്റ് ഇൻസൈഡ് ആണല്ലേ. ഓ, ഐ തിങ്ക് അവിടെ ചട്നി ഇരിപ്പുണ്ട്, ഞാൻ എടുത്തില്ല. ചട്നി വെറൈറ്റി ഓഫ് ചട്നീസ് ഉണ്ടായിരുന്നു അവിടെ. എന്റെ പ്ലേറ്റ് കൊണ്ട് പോയത് ഇത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി, അത് ഇത് കഴിച്ചേക്കട്ടെ കേട്ടോ. നമ്മുടെ ചേട്ടൻ കഴിക്കുന്നത് കോണ്ടിയാണ്. സോ നമുക്ക് അത് നൂഡിൽസ് ടേസ്റ്റ് ചെയ്യാം. അത്രയും വേണോ? വേണ്ടല്ലേ. നോർമലും ജസ്റ്റ് പെപ്പറും ഇട്ടിട്ട് പിന്നെ ജസ്റ്റ് വെജിറ്റബിൾസ് ഇട്ടുണ്ട്. സോസൊന്നും അധികം ഇല്ലെന്നല്ലേ? ഇല്ല, സോസ് ഇട്ടിട്ടില്ല. ആക്ച്വലി ഇത് പ്ലെയിൻ ആണ്. നമ്മള് വീട്ടിലുണ്ടാക്കൂലേ സോസ് ഒക്കെ ഇടാതെ ബോയിൽ ചെയ്ത് ജസ്റ്റ് വെജിറ്റബിൾസ് ഒക്കെ സോർട്ട് ചെയ്ത് ആ ഒരു ടേസ്റ്റേ ഉള്ളു ഇതിന്. ഇതൊന്നും വരാത്തതിന് ഇന്ത്യൻ സൈഡിനെയും ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നോർമൽ നെറ്റും ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇത് സാൻഡ്വിച്ച് ആണ്, വെജ് ആണ്. ഐ തിങ്ക് ക്യാബേജ് മറ്റേ വയലറ്റ് ക്യാബേജ്.
സോ ടേസ്റ്റ് പറയാം. നല്ല പ്ലെയിൻ ആണല്ലേ, നല്ല കുഴപ്പമില്ല. അത് കുറച്ചുകൂടെ കെച്ചപ്പ് ഇടുന്ന ഇഷ്ടമല്ല, അത് കുഴപ്പമില്ലാണ്. ഇതങ്ങനെ നമുക്ക് കിട്ടിയത്. അങ്ങനെ തന്നെയാണ് കിട്ടിയത്. പിന്നെ എന്താ ടേസ്റ്റ് ഉണ്ട്? എൻ്റെ മഫിൻസ് ഉണ്ട്, ദിൽകുഷ് ഉണ്ട്, ക്രീം ബണ്ണുണ്ട്. ഇതൊക്കെ കൂടി മിക്സ് കൊളാബറേഷൻ ചെയ്തിട്ടുണ്ട്. വയറ് എന്ത് കാലം ആക്സെപ്റ്റ് ചെയ്യാൻ പോലെന്നാവും. മണ്ണാണ്. കുറച്ച് നായ്ക്ക് വികാരം ഉണ്ടാവില്ല. ഇത് നമ്മുടെ കോക്കനട്ട് ആണല്ല, മറ്റേ അതന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് കൊള്ളാം. ടീ കേക്ക് അല്ലേ? I think so. നമ്മുടെ പാവം കപ്പ് കേക്ക് എന്നും പറയാ. ഇപ്പൊ പാറ്റേണൊക്കെ മാറി പേരൊക്കെ മാറ്റി. എന്നാൽ ഞാൻ കപ്പ് കേക്ക് എന്നൊക്കെ പറയല്ലോ, അല്ലാണ്ട് അത് ഇതൊന്നും ഞാൻ പറയാൻ വന്ന. ആക്ച്വലി മോഡിഫൈ ആയിട്ട് നമ്മുടെ പണ്ടത്തെ ഫ്ലേവർ അല്ലേ, പണ്ട് കപ്പ് കേക്ക് കഴിയുമ്പോൾ ഒരു വികാരമില്ലേ, ആ സെയിം. ഇത് ശരിക്കും കിട്ടാനില്ലേ ഈ വികാരം, ഈ ടേസ്റ്റ്. സൂപ്പർ. ഇതെന്താ എനിക്ക് പറയാം. ചോറ് ഞാൻ മുമ്പ് പറഞ്ഞ ചീസ് മറ്റേ ബിസ്ക്കറ്റ് കഴിക്കുന്നത് അല്ല, സംതിങ് പേടയൊക്കെ ഇല്ലേ, ആ ഒരു സോഫ്റ്റ്നെസ് ആണ് അത് തന്നെ. അല്ലാണ്ട് കേക്കും ബിസ്ക്കറ്റൊന്നും അല്ല കേട്ടോ, നല്ല സ്കൂളുണ്ട്, മധുരമില്ല. ഇനി ഇതൊക്കെ കഴിച്ചിട്ട് മധുരം പോയതാണ് നിങ്ങളുടെ, പക്ഷെ മധുരമില്ല. ഇനി നമുക്ക് ഓംപ്ലേറ്റിലേക്ക് പോയാലോ? ആ ഓംപ്ലേറ്റ് കിടന്നായിരിക്കും. ഞാനത് ഇത് ബുൾസൈ ഞാൻ എടുത്തോളാം. അതിൽ തൊട്ടുപിടിക്കണം. അത് ഞാൻ തൊട്ടുപിടിക്കും, എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ ഈ കപ്പീനെയും മുള്ളിനെയും ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് വെച്ച് ഈ മുള്ളിനെ മാത്രം വെച്ച് ഞാൻ എടുക്കുന്നുള്ളൂ. അതിന്റെ സോറി. ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് പെപ്പറൊക്കെ ഇട്ടാണ് ഞാൻ മേടിച്ചത്. ഞാൻ ചീസൊന്നും ആഡ് ചെയ്തിട്ടില്ല. രാവിലെ ഇതെല്ലാം കൂടെ കഴിച്ച് വെറുതെ ഒരു ഇത് വരുത്തണ്ടാന്ന് കരുതിയിട്ടാണ് ചില്ലി ഇട്ടിട്ടുണ്ട്. മൈ ശത്രു ഗ്രീൻ ഒലിവ് ആൻഡ് ബ്ലാക്ക് ഒലിവ്. ഇത് വന്നിട്ട് ചിക്കൻ, അതിന്റെ സലാഡ്, അതിന്റെ ചട്നി ഒരെണ്ണം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കപ്പയെടുക്കണം. ഞാൻ സലാഡും ചട്നിയൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് നോർമൽ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ആവോലി, ഞാൻ ജസ്റ്റ് ചെയ്തിട്ടുള്ളേ. അതിൻ്റെ കൂടെ സലാഡൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ബീഫ് സ്ട്രോങ് അങ്ങനെ പറയാം. ഇത് വന്നിട്ട് പാസ്ത ചീസ് 4 ചീസ് ചിക്കൻ പാസ്തയുടേതാണ്. പിന്നെ ഒരു ചെട്ടിനാട് ചിക്കൻ ബിരിയാണി. ഇത് വന്നിട്ട് പാലക്കാട്ടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇതിനകത്ത് വന്നിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, വെജീസ് ഉണ്ട്, ജസ്റ്റ് സോർട്ട് ചെയ്ത വെജീസും ഉണ്ട്. നടുക്ക് വന്നിട്ട് ബീഫ്, പിന്നെ വന്നിട്ട് റൈസ്. ആക്ച്വലി എനിക്കിത് കഴിച്ചുകൂടാ.
എൻ്റെ ഡോക്ടർ എന്നെ കണ്ടെങ്കിൽ തല്ലിക്കൊടുക്കും. ബിക്കോസ് ഐ ഷുഡ് നോട്ട് ഹാവ് ദിസ്. ഡോക്ടർ നോയിക്കോട്ടാ, ആള് കഴിക്കോട്ടെ ചോക്ലേറ്റ്. ഇത് ബ്രൗണി വിത്ത് ഐസ്ക്രീം. സോ ഐ വിൽ ഹാവ് ദിസ്. ഇറ്റ്സ് വെരി ഹോട്ട്. ഹോട്ടാണോ? ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നു. സോ നമ്മിന്ന് ഡേ 3 പറക്കാട്ടാണ്, മൂന്നാറാണ്. ആക്ച്വലി ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. സോ ഹാപ്പി വാലന്റൈൻസ് ഡേ. സോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളിന്ന് മറയൂര് പോവാണ്. അവിടുത്തെ വിശേഷങ്ങളായിരിക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അതെ, അപ്പൊ നമ്മൾ ഓരോ ദിവസം ആയിട്ടുള്ള ഇത് മൂന്നാമത്തെ ദിവസമാണ് വരുന്നത്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ പഴങ്കഞ്ഞിയാണ് കഴിച്ചത്. എനിക്ക് മതിയായി, ഫുഡ് കഴിച്ച് കുറെ കഴിച്ച് ഇപ്പോ എനിക്ക് കഞ്ഞി മതിയെന്നാണ്. ആളിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ടോസ്റ്റ് വിത്ത് ബട്ടർ, പിന്നെ വട, ഇതൊക്കെയാണ് എടുത്തത്. പിന്നെ ഞാൻ ഇഡ്ഡലിയും വടയും കഴിച്ചു. അതിനൂടെ ഓംപ്ലേറ്റും ഞാൻ കഴിച്ചായിരുന്നു. പിന്നെ എടുത്തേക്കുന്നത് പൊട്ടറ്റോ ഫ്രൈസ്, പിന്നെ ചമ്മന്തി, കപ്പ, പിന്നെ വെജിറ്റബിൾ ബോയിൽഡ് വെജിറ്റബിൾ മഫിൻ. പിന്നെ പാൻ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. പാൻ കേക്ക് വിത്ത് ഹണി, നല്ല ഒരു ഡിഷായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഉപ്പിലിട്ടതാണ് ട്രൈ ചെയ്യുന്നത്. പലതരം ഉപ്പിലിട്ടതുണ്ടെന്ന്. നെല്ലിക്ക ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഉണ്ടായിരുന്നു, ബീട്രൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ ക്യാബേജ്, കുക്കുംബർ, പിന്നെ ഒലിവ്സ്, ബ്ലാക്ക് ഒലിവ്സ് ഉണ്ടായിരുന്നു, ഗ്രീൻ ഒലിവ്സ് ഉണ്ടായിരുന്നു. ബീട്രൂട്ട് എടുത്തേക്കണോ ഉപ്പിലിട്ടത്? ഞാൻ കഴിച്ചോളാം. അതിന്റെ വെള്ളം വരുത്താൻ വേണ്ടിയാണ് പട്ടി. സോ അടുത്തത് നമുക്ക് വാലന്റൈൻസ് ഡേയുടെ ഡിന്നർ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. നമുക്കൊരു നല്ലൊരു ആംബിയൻസോട് കൂടിയുള്ള ഒരു ഡിന്നർ സ്പേസ് ആണ് നമുക്ക് കിട്ടിയത്. പല പല കേക്കുകൾ അവൈലബിൾ ആയിരുന്നു, സ്വീറ്റ്സ്, ഐ മീൻ പല ഡിഷുകളും ഉണ്ട് കേട്ടോ ഈ വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യലായിട്ട്. ഇവിടെ ഈ ഒരു കേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. പേരെന്താണെന്നറിയില്ല, ബട്ട് നല്ലൊരു ആയിരുന്നു. ഇതാണ് കേക്ക് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തന്നത് വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യലായിട്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ പലതരം കേക്കുകൾ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഡൈനിങ്സ് ഒക്കെ എല്ലാം നല്ലോണം ഡെക്കറേറ്റ് ചെയ്തു. അരണ്യത്തിന്റെ ഒക്കെ ഒരു രീതിയിലൊക്കെ ചെയ്തു വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്തു. ഈ ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ ഫോറിനേഴ്സും ഇവിടെ നമ്മളുടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. കുറച്ചോ
ഇങ്ങനെയാണോ പറഞ്ഞത്? ആ അടച്ചടച്ചു. ആ ഞാൻ ടേസ്റ്റ് അതും കൊണ്ടോ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. ഫാമിലി അത് കളയാൻ നോക്കിയേ. ചിപ്സ് നോക്കി. From outside. Thank you. Thank you so much. സോ ഗൈസ്, ഇന്ന് 4ാമത്തെ ദിവസമാണ്. സോ നമ്മൾ ഇന്ന് വെക്കേറ്റ് ചെയ്യും. ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു ഇവിടെ. അതെ, നമുക്ക് ആക്ച്വലി പോകാൻ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ ആണ്. ഐ മീൻ ഇവിടെ ഇരുന്നുകൊണ്ട് നല്ല സറൗണ്ടിങ്സ് ഒക്കെ കാണാം. മീൻസ് നമ്മുടെ റൂമിലായാലും ഫുഡ് കഴിക്കുന്ന ഏരിയാസിലൊക്കെ ആയാലും അടിപൊളി വ്യൂസ് ആണ്. ഒരു മൗണ്ടന്റെ മിഡിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീൽ ഒക്കെയാണ് വരുന്നത്. നല്ല ഫീൽ ആയിരുന്നു. അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും നിങ്ങൾ എല്ലാവരും ഈ റിസോർട്ടിൽ വന്ന് ഒന്ന് സ്റ്റേ അടിക്കുന്നതാണ്. കുട്ടികളുണ്ടെങ്കിലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ അവർക്ക് കിഡ്സ് ഏരിയ ഉണ്ട്, ഗെയിംസ് വലിയവർക്കുള്ള ഏരിയാസും ഉണ്ട്, ഗെയിംസ്. പിന്നെ രാത്രിയിലത്തെ നൈറ്റ് ഫയർ ക്യാമ്പും ഡാൻസും ഒക്കെ ഉണ്ട്. സോ നമ്മൾ ആക്ച്വലി ഇനി അടുത്തത് കുറച്ച് ആക്ടിവിറ്റീസ് കൂടെ ഉണ്ട്. അതൊക്കെ ആയിരിക്കുള്ളൂ ഇനി അടുത്ത വരുന്നത്. സൈക്ലിംഗ് എന്തൊക്കെയോ ചെയ്യും, ഞാൻ ചെയ്യില്ല. അത് വേറെ. പിന്നെ ജീപ്പ് സഫാരി. അപ്പൊ അതിനൊക്കെ പോകാനായിട്ടുള്ള പരിപാടിയാണ് ഇന്ന്. അതെ. സോ ഇതൊരു ഡൈനിങ് സ്പേസ് ആണ്. ആക്ച്വലി നല്ലൊരു ആംബിയൻസ് ആണ് പുറത്ത് കാണാനായിട്ടുള്ള രീതിയിൽ. ഇതേപോലെ ഒരു ഹട്ട് പോലെയാണ്. ഇതൊരു ഹട്ടാണ് ആക്ച്വലി. ഞാൻ കുറച്ച് ബാക്ക് എടുത്ത് കാണിച്ചു തരാം. കപ്പിൾസിനൊക്കെ പറ്റിയ. അതെ. സോ ഇതൊരു നല്ലൊരു ഏരിയ ആണ്. സോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കേജ് ആണ്. പാർക്കാട്ടെ റിസോർട്ടിന്റെ തൊട്ട് താഴെയാണ് നമ്മുടെ കേജ് വന്നിട്ട്. കേജ് റൂമാണ്. നമുക്ക് ഇവിടെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്ട് എനിക്ക് മേളിൽ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ തന്നെ റിസോർട്ട് ആക്കിയത്. സോ നമുക്ക് റൂമിലേക്ക് പോവാം. കം ഓൺ. ശരിക്കൊരു ഗുഹ തന്നെ. എക്കോ ഇല്ലയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. സ്റ്റെപ്സ്. ഇത് വന്നിട്ട് റൂം. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഡോർ വരുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു ഓപ്പൺ ഷവറാണ്. സോ നമുക്ക് റൂമിലേക്ക് പോകും. റൂമിന്റെ എൻട്രി വരുമ്പോ തന്നെ
ഒരു ചുമട്ട മരത്തിനെ കാണാം നമുക്ക്. ഓക്കെ, പിന്നെ സൈഡിൽ വന്നിട്ട് ഒരു ബാത്ത് ടബ് ഉണ്ട്. വീട്ടിലിങ്ങനെ സെറ്റപ്പ് ഒക്കെ ആക്കിയാലോ ഇടും. അതാകുമ്പോ ടി വി കാണാനും എല്ലാം സുഖമില്ലേ. സോ ബാത്ത് ടബ് ഉണ്ട്, നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ടുള്ളതുണ്ട്. സോ ഇത് എല്ലാം ഒരു മറ്റേ പാറ അല്ലെ, പാറയല്ലേ, ബാക്കോട്ട് പോയി താഴെ വീഴുന്നു. സോ ഇവിടെ നമ്മുടെ ടി വി വന്നിട്ട് ഇവിടുത്തെ ഒരു ഗുഹയ്ക്കകത്ത് നമ്മളുടെ എല്ലാ സെറ്റപ്പ് വരുന്നത്. ഇതാണ് നമ്മളുടെ ബെഡ് അല്ലേ? യെസ്, ഇതാണ് ബെഡ് വന്നിട്ട്. പിന്നെ നമുക്കൊരു ഓപ്പൺ ബാൽക്കണിയും വരുന്നുണ്ട്. അവിടെ ഇന്ന് ടീ കോഫി കഴിക്കാം. ഡോർ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ബാൽക്കണിയിലേക്ക്. ഇവിടെ വന്നിട്ട് നമുക്കിങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. ലൈക്ക് രാത്രി കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും. കുരങ്ങൊക്കെ വരും അല്ലേ? കുരങ്ങ് വരുമോ പുലി വരുമോ ആര് വരുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഓക്കെ, പക്ഷെ എനിക്ക് പേടിയ, ഞാൻ ഇങ്ങനത്തേലൊന്നും സർവൈവ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ടാണ് മെയിൻ കാര്യം. ഞാനത് ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ, ബട്ട് ഞാനാണ് റിജക്ട് ചെയ്തത്. സോ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് കാടൊക്കെ കാണാം. അവിടെ അതിനെക്കാട്ടും നല്ല മൗണ്ടൻ ഒക്കെ കാണാമായിരുന്നു. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷെ എന്നാലും ഒരു കപ്പിൾസ് ഒക്കെ വരുമ്പോൾ നല്ല ഒരു വൺ ഡേ ഒക്കെ ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു വൺ ഡേ നൈറ്റ് സ്റ്റേക്കൊക്കെ പറ്റിയ സൂപ്പർ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ബിക്കോസ് നൈറ്റിലാകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇവിടെ തണുപ്പാണെന്ന്, അപ്പൊ ചൂടാണ്. സോ ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്യാനായിട്ട് അടിപൊളി. നമ്മുടെ ഒരു ജസ്റ്റ് എന്താ പറയാ, ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല, ഒച്ചയില്ല, ഒന്നില്ല. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആവും നമുക്കിവിടെ. നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ വാഷ്റൂമും ഒക്കെ കൂടി കാണാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ ടീ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് കഴിക്കാവുന്നത്. സോ നമ്മുടെ വാഷ്റൂമിലേക്കും ബാത്ത് ചെയ്യാനുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതും ഒരു ഗുഹയാണ്. പിന്നെ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ ഇവിടെയും ഷവർ ഉണ്ടല്ലേ? സോ 2 ഷവർ ഉണ്ട് ഇവിടെ ഉണ്ട്. പക്ഷെ വേറൊരു സൈഡില് 2 റൂംസ് അവൈലബിൾ ആണ്. ഒന്നിതാണ്, ഒന്നവിടെ ഓക്യുപ്പൈഡ് ആണ്, സംതിങ് ആണ്. അവിടെ ഞാൻ അവിടെ പോകണം. അവിടെ എന്തോ സംതിങ് ലൈക്ക് ഓപ്പൺ ടൈപ്പ് ഉണ്ട്. അത് മറ്റേ ഓപ്പൺ ടൈപ്പ് തന്നെയാണോ കാണിച്ചതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ അവിടെ ഉള്ളത്. ബട്ട് ഇതും ഒക്കെ നല്ല രസമുണ്ട്. എല്ലാം പാറയിലാണ് ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ട് ചെയ്ത് അവിടെ സമ്മതിക്കണ്ടേ, ഇവിടെ കൺസെപ്റ്റും സമ്മതിക്കണ്ടേ. എന്താ അടിപൊളിയില്ലേ. ഇത് ഇരിക്കാൻ പറ്റുമോ? അമ്മൂടെ തന്നെ എടുക്കണ്ടേ വല്ലേ? അതെ, അവിടെ ഒരു ഊഞ്ഞാലി കയറിക്കോ. നീ എന്ത് കൊച്ചല്ലേ? ആന അല്ല, എനക്കൊണ്ടോ വണ്ടർഫുൾ. സോ ഇതിലെ കൂടെയാണ് മുകളിൽ നിന്ന് വരുന്നത്. നമ്മൾ റിസോർട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വലി മൊത്തം റിസോർട്ട് തന്നെയാണ്. ബട്ട് നമുക്ക് ആ റിസപ്ഷന്റെ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് വന്നെങ്കിൽ ഈ വഴി കൂടെയാണ് വരുന്നത്. കേജ് ഒക്കെ നിൽക്കുന്നത് കറക്റ്റ് നടുക്കാന്ന് പറയും കാടിന്റെ. ഇപ്പൊ ജീപ്പ് പോകുന്നത്, ഇപ്പൊ ഒരു ജീപ്പ് പോകുന്നത് കാണിച്ചു തരാവേ. ഇപ്പൊ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. സോ ഇതുപോലെയാണ് മുകളിലേക്ക് പോകുന്നത്. ഞങ്ങൾ വന്നതും ഈ വഴി കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ആകെ നമുക്ക് ജീപ്പിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. അത്രയ്ക്കും നടക്കാനുണ്ട്. മോസ്റ്റ് ഡേഞ്ചറസ് ആനിമലിന്റെ. സോ ഇവിടെയാണ് ഒരു ചെറിയൊരു സ്റ്റോ ഉണ്ട്, നമുക്ക് ചായയൊക്കെ കിട്ടാനായിട്ട്. നമുക്ക് ഇപ്പോൾ അത് ഓപ്പൺ അല്ല, ഇത് വൈകിട്ടുള്ളതാണ് ഇത് ഓപ്പൺ ചെയ്യുള്ളൂ. സോ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചായ കുടിക്കാനായിട്ടൊക്കെ സാധിക്കും. ഇവിടെ മിക്കതും ഈവനിങ്ങിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോപ്പ് ക്ലൈംബ് ഒക്കെ വരുന്നത്. ഇത് ഇവിടെ നിന്നാണ് റോപ്പ് ക്ലൈംബ് ചെയ്യണത്. സോ ഇവിടുന്ന് നമുക്ക് നേരെ അവിടുന്ന് അട്ടം വരെ നമുക്ക് നടക്കാൻ സാധിക്കും. തിരിച്ച് നമുക്ക് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് അതിലെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്യാം.
സോ ഇതൊരു പാലമാണ്. ഈ പാലത്തിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. അമ്പലമാണ്, അത് അമ്പലം. സോ ഇവിടെ നമുക്ക് കാടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ട് നോ എൻട്രി ആണ്, ബട്ട് നമുക്ക് ഇവിടെ വരെ വന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഗൈസ്, നമ്മളിവിടെ 4 ദിവസത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. ബൈ.